കഴിഞ്ഞ പ്രാവശ്യം മൗലവി പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത് ഓതി, ഓതുമ്പോ ക്ലിയർ ആയിട്ട് ഓതി, വിവരണം നടത്തുമ്പോ മായൂമിനു എന്നതിന്റെ മാ ഒഴിവാക്കിയിട്ട് യൂമിനു എന്ന് പറഞ്ഞു. ഇല്ലാവഹും മുശ്രിക്കൂൻ എന്ന സ്ഥലത്ത് ഇല്ല ഒഴിവാക്കി മുശ്രിക്കൂൻ എന്ന് മാത്രമാക്കി. ഒന്ന് അള്ളാഹു പറയുന്നുണ്ട് യുഅ്മിനു, മറ്റൊന്ന് മുശ്രിക്കൂനാനും പറയുന്നുണ്ട്. ഒന്ന് അള്ളാഹു പറയുന്നുണ്ട് യുഅ്മിനു, മറ്റൊന്ന് മുശ്രിക്കൂനാനും പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാനത് പിടിച്ചു, ഞാനത് കേൾപ്പിച്ചു. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. ഈ ആയത്ത് ഓതിയിട്ട് മൗലവി പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടോ. ഈ ആയത്ത് ഓതിയിട്ട് മൗലവി പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടോ. മൗലവി അള്ളാഹുവിന്റെ ഖുർആനിൽ തിരിമറി നടത്തുന്നു. ആ തിരിമറി ഒന്ന് കേട്ടോ നിങ്ങള്. ആ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്ന് അള്ളാഹു പറയുന്നുണ്ട് യുഅ്മിനു, മറ്റൊന്ന് മുശ്രിക്കൂനാനും പറയുന്നുണ്ട്. യൂമിനു എന്നല്ല അല്ലാഹ് പറഞ്ഞത്. അല്ലാഹ് പറഞ്ഞത് വമാ യൂമിനു. മൗലവി എന്ത് ചെയ്തു? വമാ യൂമിനു എന്നുള്ള മാ അങ്ങട്ട് കട്ടു. പണ്ടിൽ ആകട്ട കമ്പനിയല്ലേ, നാദാവത്ത് മുമ്പ് കട്ടതിലായാണ്, ഇപ്പം കട്ടത് ഖുർആനിൽ ആയത്തിൽ നിന്ന് മായാണ്. വമാ യൂമിനു എന്നാ ഉള്ളത്, യൂമിനു എന്നല്ലേ മൗലവി. പിന്നെയോ ഇല്ലാവഹും മുശ്രിക്കൂൻ എന്നാ ഉള്ളത്. അവിടെ മൗലവി പറയുന്നത് മുശ്രിക്കൂൻ എന്ന്. ഒന്നുകൂടി ചോദിച്ചാൽ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്ന് അള്ളാഹു പറയുന്നുണ്ട് യുഅ്മിനു, മറ്റൊന്ന് മുശ്രിക്കൂനാനും പറയുന്നുണ്ട്. അപ്പൊ മൂപ്പര് വിചാരിച്ച പോലെയായി. യൂമിനു മുശ്രിക്കൂൻ, മുശ്രിക്കുകൾ വിശ്വസിക്കൂന്നായല്ല അർത്ഥം. ഇവർക്ക് അതാണ് കിട്ടണ്ടേ. ഒന്ന് യൂമിനു, ഒന്ന് മുശ്രിക്കൂൻ. ഇപ്പറന്ന് കുറച്ച് അക്ഷരം കെടുത്താൽ, ഇപ്പറന്ന് കുറച്ച് അക്ഷരം കെടുത്താൽ. എനിക്ക് കേട്ടോളെ മൂപ്പര് ഇതറിയോ, ഒരേ കൂട്ടരെ പറ്റിയാ പറയുന്നത്. എന്നിട്ട് യൂമിനു എന്ന് ആദ്യം പറഞ്ഞു, എന്നിട്ട് പിന്നെ വമാ യൂമിനു എന്ന് പറഞ്ഞു. കേട്ടാ തോന്നും തെറ്റിപ്പോയതാണ്, മൂപ്പരെ തട്ടിപ്പാണ്. എന്നിട്ട് മൂപ്പര് പറയാ അവരെ പറ്റി തന്നെയാണ് വഹും മുശ്രിക്കൂൻ എന്ന് പറഞ്ഞത്. വഹും മുശ്രിക്കൂൻ എന്നല്ല പറഞ്ഞത്. വമാ യൂമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ എന്നാ പറഞ്ഞത്. അപ്പൊ എന്താ ചെയ്തത് മൗലവി? മൗലവി ഖുർആനിലെ ആയത്തില് അതാ അക്ഷരങ്ങൾ അങ്ങോട്ട് തട്ടി. അപ്പൊ ഒരേ കൂട്ടരെ സംബന്ധിച്ച് തന്നെ യുഅ്മിനു വമാ യുഅ്മിനു എന്ന് പ്രയോഗിക്കുന്നുണ്ട്. അവരെ പറ്റി തന്നെ വഹും മുശ്രിക്കൂന എന്നും പറയുന്നുണ്ട്. കണ്ടോ തട്ടിപ്പ്. ഇപ്പൊ മൗലവി വന്നിട്ട് എടുത്ത പണിയറിയോ നിങ്ങള്? ആദ്യം കൃത്യമായി ഓതിയത് ക്ലിപ്പെടുത്ത് വെച്ചിട്ട് സുബ്ഹാനല്ലാഹ് അയാള് നിർത്തിയ കള്ളത്തരം വെളിച്ചത്ത് വരാതിരിക്കാൻ വേണ്ടി, ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരട്ടിമറി നടത്തിയിട്ടുണ്ട് കേട്ടോ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ എന്നിടത്ത് ഞാൻ പുതിയ ആയത്തുണ്ടാക്കിയിട്ട് യൂമിനു മുശ്രിക്കൂനാക്കി. യൂമിനു മുശ്രിക്കൂനാൻ ഞാൻ ആയത്തുണ്ടാക്കി. എന്റെ പേരിൽ പറയുന്ന പച്ചക്കളവാണത്. എന്താ അതൊന്ന് കേട്ടോളി. ഒന്ന് അള്ളാഹു പറയുന്നുണ്ട് യുഅ്മിനു, മറ്റൊന്ന് മുശ്രിക്കൂനാനും പറയുന്നുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളത്, മൗലവി ഇപ്പോൾ മൗലവിന്റെ അടുത്തുള്ള നോട്ട്സ് ഒക്കെ തീർന്നു പോയി. മൗലവിക്ക് പ്രസംഗിക്കാൻ കുറച്ച് നോട്ട്സ് ഉണ്ടായിരുന്നു. അത് നമ്മളെ സലാം സുല്ലമി കൊടുത്ത നോട്ട്സ് ആണെന്ന് മടവൂർ മുജാഹിദിന്റെ നേതാവ് കരിമ്പിലാക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് സലാം സുല്ലമിന്റെ നോട്ട്സ് ആണ്. ഹുസൈൻ സലഫി അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ഒരുപാട് സേവനം ചെയ്യുന്നുണ്ട്. അബ്ദുസ്സലാം സുലമി എഴുതി വെച്ചിരിക്കുന്ന എല്ലാ പുസ്തകങ്ങളും അദ്ദേഹം പൂർണ്ണമായി വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലെ വിഷയക്രമത്തിൽ അദ്ദേഹം എല്ലാ വിഷയങ്ങളും അവതരിപ്പിക്കാറുണ്ട്. അതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അബ്ദുസ്സലാം സുലമി എഴുതിയതും അദ്ദേഹം പ്രസംഗിക്കുന്നതും ഒരേ നോട്ട്സ്, ഒരേ പുസ്തകം, ഒരേ ക്രമം. അതിലെ വിഷയക്രമത്തിൽ ഓരോ സംഗതികളും അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അബ്ദുസ്സലാം സുലമിക്ക് ഒരുപക്ഷെ അദ്ദേഹത്തെ പോലെ അത്ര സ്ഫുടമായി സംസാരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ആ നോട്ട്സിലുള്ളതൊക്കെ മൂപ്പര് പ്രസംഗിച്ചു തീർന്നു പോയി. കാരണം ഗണനം ഇപ്പൊ 7ാമത്തതാണ്. ഉള്ളതൊക്കെ തീർന്നു പോയി. ഇപ്പൊ മൗലവിക്ക് നോട്ട്സ് തീർന്നു പോയത് കൊണ്ട് മൗലവി എന്താ എടുത്ത പണിയെന്നറിയോ? മുമ്പ് ഇവിടെ വിളമ്പിയ ചില സംഗതികളുണ്ട്, അതിനൊക്കെ ഞാൻ മറുപടിയും പറഞ്ഞതാണ്. അതിന് പിന്നെ മറുപടി ഇതുവരെ മൗലവി പറഞ്ഞിട്ടില്ല. പക്ഷേ മൗലവി ഇപ്പൊ രണ്ടാമത് പിന്നെയും പണ്ട പറഞ്ഞെന്നെ പറയാണ്, ഞാൻ മറുപടി പറഞ്ഞ് കേൾക്കാത്തത് പോലെ. അതിൽപ്പെട്ട ഒരു സംഗതിയാണ് ഗൈബ് അറിയുന്നതിനെ സംബന്ധിച്ച്. സുബ്ഹാനല്ലാഹ്, നബി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണി ഞാൻ മുമ്പ് കേൾപ്പിച്ചിട്ടില്ലേ? സജ്ജനങ്ങളുടെ കഴിവ്, സലഫിയുടെ കളവ്. ഞാൻ ആ CD-യിൽ പറഞ്ഞിട്ടില്ലേ? പരിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കൾ ഗൈബ് അറിഞ്ഞതുണ്ട്, അറിയുമെന്നതുണ്ട്. അതേസമയത്ത് അല്ലാതെ അറിയില്ല എന്ന് ബാഹ്യമായി അർത്ഥം വരുന്നതുണ്ട്. അതിനെ സംബന്ധിച്ച് നബി ഇമാമിനോട് ചോദിച്ചപ്പോ അള്ളാഹ്ക്ക് മാത്രമേ സ്വന്തമായി അറിയൂ,
അമ്പിയാക്കളെ ഔലിയാക്കൾക്ക് അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടറിയുകയാണ്. അതാണ് പറഞ്ഞതിന്റെ വിവരണം എന്ന് നബി പറഞ്ഞു. മുമ്പ് ഞാൻ കേൾപ്പിച്ചതല്ലേ. ഇതുപോലെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ ഇപ്പോഴും മൗലവി ചൊല്ലിയിട്ടുണ്ട്. മുമ്പ് മൗലവി നിങ്ങളത് ചൊല്ലിയപ്പോൾ ആയത്തും ഹദീസും ഓതിയാനത് കെണ്ണിച്ചിട്ടില്ലേ നിങ്ങളെ വാദം? നിങ്ങൾ അത് കേൾക്കാത്ത മാതിരി വീണ്ടും അത് തന്നെ പറഞ്ഞത് എന്തിന്റെ പേരിലാണ്? ഓ മൗലവി, ഇനിയും ചോദിക്കട്ടെ, നിങ്ങളിപ്പോഴൊരു പുതിയ മസാല പറഞ്ഞിട്ടുണ്ട്. മസാല എന്നതിന് പറഞ്ഞുകൂടാ. എന്താ മൂപ്പര് പറഞ്ഞത്? മൂപ്പര് പറഞ്ഞത് അള്ളാഹ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അവർ അറിയുന്നു എന്നതല്ലാതെ ഒരു സിദ്ധിയായിട്ട് അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് അറിവില്ലെന്നാണ്. മൗലവി, അത് സാധാരണ അറിവായാലും അസാധാരണ അറിവായാലും അള്ളാഹ് ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹ് ഉദ്ദേശിക്കുന്നതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും അറിയുമോ മൗലവി? അത് മറിഞ്ഞ കാര്യത്തിന് മാത്രമുള്ള സംഗതിയാണോ? നിങ്ങൾ എന്ത് ആയത്തുൽ കുർസി പഠിക്കാതെ പോയത്? വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. അല്ലാഹു അറിയുന്ന ഏത് സംഗതികളാണെങ്കിലും അത് മറിഞ്ഞതാകട്ടെ തെളിഞ്ഞതാകട്ടെ ഇല്ലാ ബിമാ ശാഅ, അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ ആരും അറിയില്ലെന്നല്ലേ ഖുർആനിലുള്ളത്. അത് മറിഞ്ഞ കാര്യത്തിന് മാത്രം ബാധകമാണോ മൗലവി?